ഞാൻ ഈ വരയ്ക്കുന്ന കാണുന്നുണ്ടല്ലോ, ബോർഡ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഹലോ, ഓക്കെ. ഏതുവരെ എടുത്തിട്ടുണ്ടെന്ന് പറയൂ. ഹലോ, അപ് ടു വിച്ച് ക്വസ്റ്റ്യൻ? റേഷ്യോ ടെസ്റ്റ് എടുത്തായിരുന്നോ? ഷാൽ വി ടേക്ക് റേഷ്യോ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത് എഴുതണം. യെസ്, ഓക്കെ ഓക്കെ. റേഷ്യോ ടെസ്റ്റ് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി അടുത്തത് ആൾട്ടർനേറ്റിംഗ് സീരീസ്. Alternating series, write down. A series of the form u1 minus u2 plus u3 minus u4 plus etc. where all ui's are positive is called an alternating series.
ഹലോ, എഴുതിയത് വേറെ പ്രശ്നമായി. അതാണ് ഇത് കൊണ്ടുള്ള പ്രശ്നം. ആകെ ഒരാളല്ലേ ഉള്ളൂ. അതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം വലിച്ചു ഊരിയത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറാൻ പറയും. ആ കൂടി ഉള്ളത് അലനെസ് ആണ്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് ഞാൻ എടുക്കത്തില്ല കേട്ടോ. കാര്യം എങ്കിൽ ഇത് എനിക്ക് ഫുൾ പോവും, ഹാങ് ആയി പോവും. For all ui's are positive, the alternating series and the series can be expressed as sigma 1 to infinity minus 1 the whole raised to n plus 1 into un. Sigma 1 to infinity minus 1 the whole raised to n plus 1 un. അടുത്തത് ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ കൺവെർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻസ് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിന് പറയുന്ന പേരാണ് ലെബനീസ് ടെസ്റ്റ്. LEIBNITZ. Leibniz test for the convergence of an alternating series. Right on. Leibniz test for the convergence. Leibniz test for the convergence of an alternating series. Let sigma un. Sigma 1 to infinity un into minus 1 the whole raised to n be an alternating series where un greater than 0 then first condition, if un greater than un plus 1, for all n, un greater than un plus 1 for all n, and second condition, limit n tends to infinity
limit n tends to infinity, un equal to 0. Limit n tends to infinity, un is equal to 0. Then the series is sigma, then the series sigma minus 1 to infinity, sigma n equal to 1 to infinity, sigma n equal to 1 to infinity minus 1 the whole raised to n, un converges. If any one of this test is not satisfied, if any one of this condition fails, the series is not convergent. The series is not convergent. എഴുതിയോ? അതായത് a series of the form u1 minus u2 plus etc. alternate positive negative terms, അതിൽ എല്ലാ ടേംസും പോസിറ്റീവ് ആണ്, എല്ലാ uiസും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മളൊരു കൺവെർജന്റ് സീരീസ് എന്ന് പറയും. ഈ സീരീസ് കൺവെർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഉള്ള ടെസ്റ്റിന് പറയുന്ന പേരാണ് ലെബനിസ് ടെസ്റ്റ്. അപ്പം ആ ലെബനിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് preceding term is greater than the succeeding term, and second condition is in the limiting case the nth term is equal to 0. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു എങ്കിൽ മാത്രമേ നമ്മൾക്ക് തന്നിരിക്കുന്ന സീരീസ് കൺവെർജന്റ് ആകുന്നുള്ളൂ. അൺലെസ് അതർവൈസ് we can say that the series diverges. ഇതിൽ ഒരെണ്ണമെങ്കിലും ഫെയിൽ ആയാൽ സീരീസ് കൺവെർജന്റ് അല്ല. ഇതാണ് ലെബനിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യണം. Take the question. Prove that the series 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus etc. is convergent. ഇപ്പൊ നമ്മൾക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, ഇത് കൺവെർജന്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. നോക്കിയാൽ ഇതിൽ ഓരോ ടേംസും നോക്കിയാൽ 1, 1/2, 1/3 എക്സെട്ര. അപ്പോഴൊരു ഹാർമോണിക് സീരീസ് ആണ്. ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് സൈൻസ് ആണ്. ആദ്യം പ്ലസ്, രണ്ടാമത് മൈനസ്, പ്ലസ് മൈനസ് എക്സെട്ര. Since this is an alternating series, in order to check the convergence of this series, nth term, അപ്പം ആദ്യത്തേത് 1, രണ്ടാമത്തേത് 1/2, മൂന്നാമത്തേത് 1/3. So in a similar way, the nth term un is equal to 1/n. നമ്മൾ സൈൻ നോക്കുന്നില്ല, ടേം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ 1/n. Hence the succeeding term u suffix n plus 1 is equal to 1/n plus 1. അപ്പം രണ്ട് ടേം നമ്മൾക്ക് കിട്ടി. ഇനി ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീസീഡിംഗ് ടേം ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ. ഇത് തെളിയിക്കാനായിട്ട് ഓരോ പ്രാവശ്യം വാല്യൂ കൊടുത്ത് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. സോ ദ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടേംസ്, ദാറ്റ് ഈസ് if un minus un plus 1 is greater than 0, ഇവ തമ്മിലുള്ള ഡിഫറൻസ് പോസിറ്റീവ് ആണ് എങ്കിൽ എന്ത് പറയാം? un is greater than un plus 1. അതായത് 2 minus 1 എന്ന് പറയുന്നത് 1, അത് പോസിറ്റീവ് ആണ്. 3 minus 2 എന്ന് പറയുന്നത് പ്ലസ് 1 പോസിറ്റീവ്. പക്ഷേ അതെന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര. ഇനി 1/2 1/3 നമ്മൾ എടുത്താൽ 1/2 മൈനസ് 1/3 അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 1/2 മൈനസ് 1/3 എപ്പോൾ 3 minus 2 divided by 6 which is equal to 1/6 greater than 0. ഇതാണ് നാം ഇവിടെ ചെയ്യുന്നത്. ബൈ ഇൻസ്പെക്ഷനിൽ കൂടി നമ്മൾക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പം അത് നമ്മൾ ചെയ്തു തന്നെ തീരണം. അതിന് അപ്പൊ un minus un plus 1. So difference between these two, that is 1/n minus 1/n plus 1, which is equal to n plus 1 minus n divided by n into n plus 1. So this is equal to 1/n into n plus 1. n നമ്മൾക്ക് പോസിറ്റീവ് ആണ്. അപ്പം n പോസിറ്റീവ് ആയതുകൊണ്ട് n plus 1 പോസിറ്റീവ് ആണ്. സോ ദ ഡിനോമിനേറ്റർ ഇസ് പോസിറ്റീവ്. ന്യൂമറേറ്റർ ഓൾറെഡി നമുക്ക് പോസിറ്റീവ് തന്നെയാണ്. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ഇനി ലിമിറ്റ് n tends to infinity,
1 by n un, which is equal to limit n tends to infinity 1 by n, which is equal to 0. അപ്പം the two conditions are satisfied. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് we can say that the given series is convergent. That means the given alternating series is convergent. Okay. Okay. Hello. Are you sleeping? ഉറങ്ങുകയാണെന്നാ സ്ലീപ്പിംഗ് ആണ് ഓക്കെ എന്നാ ഓക്കെ. അല്ല ഞാനൊന്ന് ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ക്ലാസ്സിലെ മെജോറിറ്റിയും പെമ്പിളരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരാരും ഇതിൻ്റെ എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? അവർക്ക് എന്തെങ്കിലും വാശിയുണ്ടോ? പറയണ ഒന്നും ശ്രദ്ധിക്കൂല, കേൾക്കൂല, റെസ്പോണ്ട് ചെയ്യില്ല. അവസാനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണോ? എന്റെ സംശയം ക്ലാരിഫൈ ചെയ്യാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം ഞാൻ മാക്സിമം എഫർട്ട് എടുത്ത് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോട്ട് അടുത്ത് എഴുതണം. അപ്പം ഇത് ആബ്സല്യൂട്ട് കൺവെർജൻസ്, സോറി ആൾട്ടർനേറ്റിംഗ് സീരീസ്. ഇനി അടുത്ത് വരുന്നത് ആബ്സല്യൂട്ട് ഏസ്. ഒരാൾ കയറാൻ നോക്കുന്നുണ്ട്, റിക്വസ്റ്റ് ഇട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലോട്ട് കയറണമെങ്കിൽ എന്റെ ജാംബോർഡ് കണക്ഷൻ എല്ലാം ഉരണം. നോക്കാം അങ്ങനെ കയറി. ഒന്നാമത് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ടെൻഷൻ എടുത്ത് വന്നത്. കാര്യം എന്റെ ഒരു ജോലി അവിടെ കംപ്ലീറ്റ് ആവാതെ ഞാൻ ഇറങ്ങി വന്നതാ. കാര്യം അവിടെ ഇരുന്ന് എനിക്കൊന്നും പറ്റത്തില്ല. അപ്പം അതും ഭർത്താവണില്ല എങ്കിൽ വാട്ട് ടു ഡു? ഈ അലനെ ഞാൻ നേരത്തെയും കയറ്റിയതാണല്ലോ. അലൻ എവിടെ പോയിരുന്നു? അലൻ നിങ്ങൾ ഈ ക്ലാസ്സിൽ കയറിയിരുന്ന് വല്ലതും കേട്ടാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നതല്ല, പക്ഷെ നിങ്ങളൊരു ക്ലാസ്സിൽ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി? പ്ലീസ് റെസ്പോണ്ട് ടു മീ. ഈസ് എനിബഡി എൽസ്? നോബഡി. അടുത്തെഴുതണം ആബ്സല്യൂട്ട്ലി ആൻഡ് കണ്ടീഷണലി കൺവെർജന്റ് സീരീസ്. ഹലോ ഹലോ absolutely and conditionally convergent series. Right on. Let sigma un be a series where un is positive. Let sigma un be a series where un is a real number, where either positive or negative. Then the series sigma un is said to be absolutely convergent. Then the series sigma un is said to be absolutely convergent if the series sigma mod un obtained by taking the modulus of each and every term of the series, then sigma un is convergent.
sigma un is convergent. Let sigma un be a series where un is a real number, positive or negative. Then the series sigma un is said to be absolutely convergent if the series sigma mod un is convergent. മോഡ് യു എൻ എന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവറി ടേം നമുക്കിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് മോഡ് യു എൻ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ തന്നേക്കുന്ന സീരീസിന്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ആ സീരീസ് കൺവർജന്റ് ആണെങ്കിൽ നമ്മൾക്ക് തന്നേക്കുന്ന സീരീസ് ആബ്സല്യൂട്ട്ലി കൺവർജന്റ് എന്നും അതർവൈസ് ഇറ്റ് ഈസ് സെഡ് ടു ബി ആബ്സല്യൂട്ട്ലി ഡൈവേർജന്റ്. ഓക്കെ, അടുത്തത് കണ്ടീഷണലി കൺവർജന്റ്. എഴുതണം. A series sigma un is said to be conditionally convergent. A series sigma un is said to be conditionally convergent if the series sigma un is convergent. If the series sigma un is convergent, but sigma mod un diverges. തന്നേക്കുന്ന സീരീസ് കൺവർജന്റും അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ എടുത്തപ്പോൾ ഡൈവർജന്റും ആണ് എങ്കിൽ the given series is said to be conditionally convergent. ഓക്കെ, എഴുതിയോ? അപ്പം ഇത് രണ്ട് ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻസ് എഴുതിക്കൊള്ളണം. ഡിറ്റർമിൻ വെദർ ദ സീരീസ് sigma 1 to infinity minus 1 the whole raised to n into n raised to 4 divided by 4 raised to n is absolutely convergent. ഇത് ആബ്സല്യൂട്ട്ലി കൺവർജന്റ് ആണോ എന്ന് നോക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം -1 ദ ഹോൾ റേസ് ടു n കിടക്കുന്നത് കൊണ്ട് ടേംസ് ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വരും. അപ്പം നമ്മൾക്ക് സിഗ്മ മോഡ് യു എൻ എടുക്കാം. സിഗ്മ മോഡ് യു എൻ എന്ന് പറയുമ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈൻ, അപ്പം which is equal to n raised to 4 divided by 4 raised to n സിഗ്മ. ഇതാണ് ഇതിന്റെ മോഡുലസ് വാല്യൂ. അപ്പം ഇനി n raised to 4 by 4 raised to n എന്ന് പറയുന്ന സീരീസ് ആണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ഇനി നമ്മൾക്ക് റേഷ്യോ ടെസ്റ്റിലോട്ട് പോകാം. അപ്പോ മോഡുലസ് ഓഫ് യു എൻ പ്ലസ് 1 എന്ന് പറയുന്നത് n plus 1 the whole raised to 4 divided by 4 raised to n plus 1. Now limit n tends to infinity. Modulus of un plus 1 divided by modulus of un, which is equal to limit n tends to infinity. N plus 1 the whole raised to 4 divided by 4 raised to n plus 1 into 4 raised to n by n raised to 4. ഇതാണ് കിട്ടിയത്. So this is equal to ഇവിടെ ഒരു n plus 1 the whole raised to 4
ഇവിടെ ഒരു n raised to 4. So this is limit n tends to infinity. എന്താണ് വരുന്നത്? n plus 1 നിന്നും n പുറത്ത് വെച്ചപ്പോൾ n raised to 4 into 1 plus 1 by n the whole raised to 4 into 4 raised to n divided by 4 raised to n into 4 into n raised to 4. Now n raised to 4 from numerator and denominator cancel chedu, 4 raised to n cancel chedu. Then the remaining term, that is limit n tends to infinity 1 plus 1 by n the whole raised to 4 divided by 4. As n tends to infinity 1 by n tends to 0. ഇവിടെ പവർ 4 ആയതുകൊണ്ട് നമ്മൾക്ക് അത് 1 തന്നെയാണെന്ന് പറയാം. ഇപ്പൊ n ആയിരുന്നുവെങ്കിൽ 1 എന്ന് പറയാൻ പറ്റൂല. n ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പം 1 by n tends to 0. അപ്പം 1 raised to 4 is 1. So this is equal to 1 by 4. 1 by 4 എന്ന് പറയുന്ന വാല്യൂ which is less than 1. അപ്പം റേഷ്യോ ടെസ്റ്റ് അനുസരിച്ചിട്ട് the series converges. Absolute value എടുത്തപ്പോഴാണ് നമ്മൾക്ക് convergent എന്ന് പറയുന്നത്. Hence the given series is absolutely convergent. Okay. Hello. Yes, ma'am. Clear ആയോ? Yes. Yes, ma'am. Okay. But the given series converges absolutely. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതണം. Take another question. Check whether the series sigma 1 to infinity minus 1 the whole raised to n plus 1 into 3 raised to 2n minus 1 divided by n square plus 1 is absolutely convergent. ഇത് absolutely convergent ആണോ എന്ന് നോക്കണം. അപ്പം ഇവിടെയും ഈ മോഡുലസ് എടുക്കുമ്പോൾ minus 1 the whole raised to n plus 1 becomes plus. So the nth term അല്ലെങ്കിൽ mod un which is equal to 3 raised to 2n minus 1 divided by n square plus 1. Ratio test apply ചെയ്യണമെങ്കിൽ n plus 1 the term. So modulus of un plus 1. n കാണുന്നിടം n plus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. So 3 raised to 2 into n plus 1. അപ്പോൾ 2n plus 2 minus 1. അപ്പോൾ 2n plus 1 divided by n plus 1 the whole square plus 1. Now the ratio of these two terms. So limit n tends to infinity. Modulus of un plus 1 by un. Limit n tends to infinity. 3 raised to 2n plus 1 divided by n plus 1 the whole square plus 1 into n square plus 1 by 3 raised to 2n minus 1. ഹലോ, ആരാണ്? 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 അല്ലല്ല. കൊച്ചു കരോട്ടിയും ഉണ്ട്, വലിയ കരോട്ടിയും. അതെവിടാണ് ഈ കൊച്ചു കരോട്ടി വീട്? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി
3 raised to 2n into 3 divided by ഇവിടെ നിന്ന് ഒരു n ഇങ്ങ് പുറത്തേക്ക് എടുത്താൽ n square into 1 plus 1 by n the whole square plus 1 by n square. സച്ചിൻ പറ. ശരി. അപ്പൊ ഇങ്ങോട്ട് വരുമോ? ഓക്കെ. അപ്പം അവിടെ നിന്ന് എടുത്തു. ഇനി ഇൻറ്റു divided by 3 raised to 2n into 3 raised to minus 1. ഇത്രയാണ് വരുന്നത്. അപ്പൊ 3 raised to 2n ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ക്യാൻസൽ ചെയ്തു. ഇനി n സ്ക്വയർ രണ്ടിടത്തു നിന്നും ക്യാൻസൽ ചെയ്തു. So this is equal to, as n tends to infinity, 1 by n tends to 0. So this is 1. ഇത് 0. അപ്പോൾ 1. ഇവിടെയും 1. So ഈ 1 3 raised to minus 1 അങ്ങ് ന്യൂമറേറ്ററിൽ പോയാൽ what happens? While this 3 raised 10 goes to the numerator, അത് ന്യൂമറേറ്ററിൽ പോകുമ്പോഴത്തേക്കും അവിടെ 3 raised to 1 എന്നാവും. അപ്പോൾ 3 into 3 which is 9. So this is equal to 9, which is greater than 1. Since the limit is greater than 1, the series diverges. Okay. Hello. Clear ayo? Yes. Take the next question. Check whether the series sigma k equals 1 to infinity minus 1 the whole raised to k plus 1 into k raised to k divided by k is absolutely convergent or not. Check whether the series is absolutely convergent or not. അതാണ് പറഞ്ഞേക്കുന്നത്. Absolutely convergent ആണോ എന്ന് ചെക്ക് ചെയ്യണം. So in order is ആരാണ് k factorial, k raised to k by k factorial. So the nth term un മോഡുലസ് വാല്യൂ എടുക്കാം. അപ്പൊ മോഡ് യു ആബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണ് നോക്കേണ്ടത്. അപ്പൊ മോഡ് യു എൻ ഇസ് ഈക്വൽ ടു അപ്പം -1 the whole raised to n plus 1 വരും. അത് മോഡുലസ് എടുക്കുമ്പോൾ it becomes +1 into n raised to n divided by n factorial. This is the nth term. Now the n plus 1 the term un plus 1 which is equal to n plus 1 the whole raised to n plus 1 divided by n plus 1 factorial. ഇനി നമ്മൾക്ക് modulus of un plus 1 by un equals n plus 1 the whole raised to n plus 1 another n plus 1 the whole raised to n into n plus 1.
divided by n plus 1 factorial. So this can be written as n factorial into n plus 1. അപ്പോൾ un plus 1 simplified form എഴുതി into n factorial divided by n raised to n. ഇനി ഇവിടെ ഈ ഒരു n plus 1 n plus 1 ഇവിടെ ക്യാൻസൽ ആയി, n factorial ഇവിടെ ക്യാൻസൽ ആയി. ഇനി n plus 1 the whole raised to n ൽ നിന്നും ഒരു n ഇങ്ങ് പുറത്തെടുത്താൽ n raised to n into 1 plus 1 by n the whole raised to n. അതായത് ഈ ടേമിൽ നിന്ന് n പുറത്ത് വെച്ചപ്പോൾ പവർ n, അപ്പൊ n raised to n, ബാക്കി ഇവിടെ ഒരു 1, ഇവിടെ 1 by n raised to n divided by ബാക്കി എല്ലാ by n raised to n. Now n raised to n get cancelled, hence limit n tends to infinity. Modulus of un plus 1 by un. As n tends to infinity, 1 by n, 1 plus 1 by n, the whole raised to n. What is this value? In the limiting case, what is 1 plus 1 by n, the whole raised to n? E. Exponential e. So which is equal to e. Exponential e the value is always greater than 1. Hence the given series is, the limit of this given series is greater than 1. Since it is greater than 1, the given series converges. Okay. Okay. Hello. Shall I clear it? Yes, ma'am. Yes, ma'am. അടുത്ത question ഇതാണ്. Determine whether the series is sigma 1 to infinity sin n by n square. Sin n by n square is absolutely convergent. ഇവിടെ നമ്മൾക്ക് -1 പവർ ഒന്നും ഇല്ല എങ്കിലും ചോദിച്ചിരിക്കുന്നത് absolutely convergent എന്ന് പ്രൂവ് ചെയ്യണം. So you have to take the modulus value. Hence un is equal to sigma, un ആണ് തന്നേക്കുന്നത് sigma sin n by n square എന്ന് തന്നേക്കുന്നത്. Now taking the modulus എഴുതുമ്പോഴത്തേക്കും sigma mod un is equal to sigma modulus of sin n by n square, which is less than or equal to, ഇവിടെ നോക്കുക സൈൻ ഫംഗ്ഷന്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1 ആണ്. അപ്പം മോഡുലസ് ഓഫ് സൈൻ n മാക്സിമം വാല്യൂ +1 മിനിമം വാല്യൂ -1 ആണ്. അതിന്റെ മോഡുലസ് എടുക്കുമ്പോഴത്തേക്കും so this is always less than or equal to 1 by n square, that is sigma 1 by n square. ഈ എഴുതിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഹലോ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ ടു യു, ഓക്കെ ക്ലിയർ ആണ്. അപ്പം മോഡുലസ് വാല്യൂ എടുത്തപ്പോഴത്തേക്കും ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n square എന്ന് പറഞ്ഞു. ഇനി 1 by n square എന്ന് പറയുന്ന സീരീസിനെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. വി നോ അബൌട്ട് ദി പി സീരീസ്, അതായത് sigma 1 by n raised to p is convergent if p greater than 1 and diverges for p less than 1 or less than or equal to 1. So here now it is of the form sigma 1 by n raised to p with p equal to 2. Since this 2 എന്ന് പറയുന്നത് greater than 1 ആയതുകൊണ്ട് we can say the given series converges. Okay. യെസ്, അതായത് നമ്മൾക്ക് തന്നേക്കുന്നത് ഒരു ട്രിഗണോമെട്രിക് സീരീസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷന്റെ വാല്യൂ സൈൻ ആയാലും കൊസൈൻ ആയിരുന്നാലും
മാക്സിമം വാല്യൂ +1 മിനിമം വാല്യൂ -1 ആണ്. അതായത് കൊസൈൻ ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പൊ അതനുസരിച്ചിട്ട് ഇവിടെ ഞാൻ മോഡുലസ് വാല്യൂ എടുത്തപ്പോഴത്തേക്കും മോഡ് സൈൻ n ബൈ n സ്ക്വയർ എന്നാണ് കിട്ടിയത്. മോഡ് സൈൻ n ബൈ n സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ദ മാക്സിമം വാല്യൂ +1 മിനിമം വാല്യൂ -1. മോഡുലസ് എടുക്കുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ദ ഗിവൺ സീരീസ് ബിക്കംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ 1 ബൈ n സ്ക്വയർ. ക്ലിയർ ആയോ അതുവരെ? ഹലോ, ഇനി അപ്പൊ സിഗ്മ 1 ബൈ n സ്ക്വയർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓഫ് ദ ഫോം സിഗ്മ 1 ബൈ n റൈസ് ടു p, അതായത് ഹൈപ്പർ ഹാർമോണിക് സീരീസിന്റെ ഫോമിലാണ് അത് കിടക്കുന്നത്. ആൻഡ് വി നോ ദാറ്റ് ദിസ് സീരീസ് ഇസ് കൺവെർജന്റ് ഫോർ p ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡൈവേർജന്റ് ഫോർ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം നൗ ഹിയർ 2 എന്ന് പറയുന്നത് വിച്ച് ഈസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 1, സോ വിച്ച് ഈസ് ഓൾവേസ് കൺവെർജന്റ്. അപ്പം ആബ്സല്യൂട്ട് വാല്യൂ ആണ് നാം എടുത്തത്. സോ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവെർജന്റ്. ഓക്കെ ഓക്കെ, അപ്പം ഈ മൊഡ്യൂൾ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാനുള്ളത് ബൈനോമിയൽ സീരീസ് ഒക്കെയാണ്. അപ്പം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നാളെയും എനിക്ക് തോന്നുന്നില്ല മോർണിംഗ് ടൈമിൽ പറ്റുന്ന. സോ നിങ്ങൾ മോർണിംഗിൽ എൻ്റെ അവർ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഏത് അവരെങ്കിലും ഫ്രീ ആവുമോ? ഹലോ ഹലോ, നിങ്ങൾക്ക് നാളെ 5th അവർ ഒക്കെ എടുക്കുന്നവരാ? ഹലോ, കെമിസ്ട്രിയാ മാം, സൗമ്യ ടീച്ചർ. സൗമ്യ, സൗമ്യ ഫ്രീ ആവുമെന്ന് എനിക്കറിയത്തില്ല. ചോദിക്കുക ടീച്ചറിന്. എൻ്റെ അവർ സെക്കൻഡ് അവർ അല്ലേ? അവർ നിങ്ങൾക്ക് ഫ്രീ ആവാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചു നോക്കുക. സെക്കൻഡ് അവർ എടുക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 to 3 എടുക്കാം. ഹലോ ഹലോ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2 to 3 നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? 2 to 3 പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഒന്നും കാണത്തില്ലല്ലോ. ഹലോ, ഇല്ല. ഓക്കെ, അപ്പൊ നാളത്തെ 9:30 ക്ലാസ്സിൽ ഞാൻ ട്യൂൺ എടുക്കും. അപ്പം ഇന്നത്തെ അറ്റൻഡൻസിലോട്ട് പോകാം. നോക്കട്ടെ. അഖില മോഹൻ, ഈ 4:50 എന്തിനാ കുഞ്ഞെ കയറിയത്? എന്നെ കളിയാക്കാനാ? ഓക്കെ, ഗിവ് യുവർ പേൻ എന്നെടുത്തോട്ട്. അല്ലേ, ഒരു പേന അവിടുന്ന് എടുത്ത് തരുമോ കുഞ്ഞെ? ടുഡേ ഡേറ്റ് 15. ഈ മയൂഖയൊക്കെ ഇത്ര നേരം എവിടെ പോയിരുന്നു? ക്ലാസ് എത്ര മണിക്കെന്നാ വിചാരിച്ചേ? 5 എന്നുള്ള എക്സ്പെക്ടേഷനിൽ കയറിയതാണോ? ഹലോ, ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ. മയൂഖ, മയൂഖ ഉണ്ടോ ഇതിന്റെ അകത്ത് കയറിയിട്ട്? മയൂഖ, 5 എന്നുള്ള എക്സ്പെക്ടേഷനിൽ കയറിയതാണോ? ഹലോ, അല്ല, നേരത്തെ കയറാൻ ശ്രമിച്ചു, കയറാൻ പറ്റിയില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യുക. ഞാൻ ഈ അൺടൈംഡ് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് സ്പെഷ്യലി വേണമെങ്കിൽ എനിക്കൊരു സമയം കണ്ടുപിടിച്ച്, അതായത് വൈകുന്നേരത്തെ ആയാലും സമയം കണ്ടുപിടിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് എടുത്തു തരാം. ഏത് പോർഷനിലാണെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല.
കാര്യം ഞാൻ ഈ ഓൺലൈനിൽ എടുക്കുന്നതായതുകൊണ്ട് എല്ലാവരും അത് അപ്പടി കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ഞാനത് ഒരു ക്ലാസ് ആയിട്ട് വെച്ച് തന്നെ ഞാൻ എടുത്തു തരാൻ റെഡിയാണ്. So if you want, okay. Now give your attendance. Attendance 1 present. 2. Number 2 ഉണ്ടാ? Abhijita Shine present. Number 2 കാണാനില്ല. 3 കാണാനില്ല. 4, 5. 5 ഉണ്ടാ? 304%. Yes, number 5. 304%. 8 Adarshas, are you present or not? Number 5. 304%. Okay. Number 5. 5 ഉണ്ടോ? ഇല്ല. 6 നേരത്തെ ഉണ്ടെന്ന് എഴുതി കാണിച്ചിരുന്നു. 7 ഉണ്ട്. 8 എന്തൊരു ബഹളം. 8 ഉണ്ടാ? 8% ma'am. Yes. Okay. ഞാൻ ഫോൺ നിർത്തോട്ടെ. ഹലോ. ഞാന് പുള്ളിക്കാരിയെ നേരിട്ട് ഞാൻ കണ്ടില്ല. ഞാന് ഇന്നല്ലെങ്കിൽ നാളെ, കാര്യം ഇന്നിപ്പോ ഞാൻ കോളേജിൽ നിന്ന് വന്നതേ ഉള്ളേ. അപ്പൊ ഞാൻ എന്തായിരുന്നാലും പോയി പുള്ളിക്കാരിയെ നേരിട്ട് കണ്ടിട്ട് കറക്റ്റ് കൺഫർമേഷൻ ഞാൻ അറിയിക്കാം. മാക്സിമം ഞാൻ അവരെ വിടും. കാര്യം എനിക്ക് വാടക കൂടി കിട്ടിയാലേ പറ്റൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അഷുറൻസ് എനിക്ക് കിട്ടിയിരിക്കണം. അതാണ് എന്റെ പ്രശ്നം. കുടിശ്ശില്ലെന്ന് അത് ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് സംസാരിക്കാം അടുത്ത്. ഫോണിൽ കൂടെ ആരെയും പറയാലോ. അതുകൊണ്ട് അപ്പം അത് നേരിട്ട് തന്നെ കാണുമ്പോ അവരെന്താ അവരുടെ പാടക കുടിശ്ശില്ലെങ്കിൽ പിന്നെ അവര് ധൈര്യമായിട്ട് അവർക്ക് പോവല്ലോ. അതുകൊണ്ട് അത് ബാക്കി കാര്യങ്ങളെ കുറിച്ച് യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാനിതിപ്പോ ഇവര് വിട്ട് എനിക്ക് താക്കോല് കിട്ടണ്ടായോ? അതുകൊണ്ട് ഓക്കെ. ഇന്നിപ്പോ ഞാൻ അഷുറൻസ് തരണില്ല, കാര്യം എനിക്ക് കുറച്ച് കൂടുതൽ വർക്കുണ്ട്. അപ്പം എനിക്ക് ഒഫീഷ്യൽ വർക്ക് കുറച്ചധികം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തിനെങ്കിലും പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഓക്കെ സർ. ഞാൻ എന്തായിരുന്നാലും ഞാൻ അറിയിക്കാം. കാര്യം ഞാനിത് വെറുതെ വിട്ടിട്ടില്ല. കാര്യം എന്റെ